നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിലെ ദ്രവ്യാവസ്ഥകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളെന്താണ്, നമ്മുടെ ഒരു ബേസ് ക്ലാസ്സാണ്. എന്താണ് ദ്രവ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും, ദ്രവ്യം എന്ന് വിളിക്കുന്നു കേട്ടോ, അഥവാ മാറ്റർ. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും പിണ്ഡമുള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും, ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നോക്കടാ, മാറ്റർ എന്നതിന് നമ്മൾ വേറൊരു പദം കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് പദാർത്ഥം കേട്ടോ. പദാർത്ഥം അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്, സബ്സ്റ്റൻസ് എന്ന് പറയും കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്, സബ്സ്റ്റൻസ്. അപ്പോൾ പദാർത്ഥം എന്നതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാലും എന്ത് തന്നെയാണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും പിണ്ഡമുള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും, പദാർത്ഥം എന്നും വിളിക്കും കേട്ടോ, പദാർത്ഥം. അപ്പോൾ ഇത് പറഞ്ഞ് സ്ഥിതിക്ക് നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, പദാർത്ഥത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്ന SI യൂണിറ്റ്. പദാർത്ഥത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കുന്ന SI യൂണിറ്റ് എന്ത്, പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് എന്ത്, മോളാണ് കേട്ടോ. മോള് നമ്മൾ MOLE എന്നാണ് എഴുതുന്നത് കേട്ടോ. മോള് എന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് എഴുതും, MOLE. ഈ മോൾ എന്നതിൻ്റെ പ്രതീകം, സിമ്പലാണ് എന്ത്, MOL എന്ന് പറയുന്നത് കേട്ടോ. അവൻ്റെ സിമ്പലാണടാ എന്ത്, MOL. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളമല്ലേ, നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ അല്ലേ, മീറ്റർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് M എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചല്ലേ. അതുപോലെയാണ് ഇതാ ഈ പറഞ്ഞ സംഭവം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി എന്താണ് പിണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണ്ഡം അതിൻ്റെ ഇംഗ്ലീഷാണ് മാസ്. ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ഓക്കെ, ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന എന്ത്, ദ്രവ്യത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പിണ്ഡം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്, കിലോഗ്രാമാണ്. നമ്മളെന്താണ്, kg എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവനെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ഇതാണ്ട് ഇതിൽ വേണമെങ്കിൽ നമ്മൾ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ് ദ്രവ്യം, അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഡെഫിനിഷൻ ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൽ ഓപ്ഷൻ A എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും. അത്രയും രണ്ടിലും സെയിം ആയിരിക്കും കേട്ടോ. പിണ്ഡമുള്ളതുമായ ഏതൊന്നിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. B, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതൊന്നിനെയും എന്തെന്ന് വിളിക്കുന്നു, ദ്രവ്യം എന്ന് വിളിക്കുന്നു. ഇതിൽ ശരിയായത് ഇതാണ്, ഇത് തെറ്റാണ്. ഓക്കെയാണേ. അപ്പം നമ്മളെന്താണ് ഇവിടെ വേറൊരു പുതിയൊരു മാസ് ഉള്ളത് അല്ല, ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. ഭാരമുള്ളതുമായ ഏതൊന്നിനെയും എന്തെന്ന് വിളിക്കുന്നു, ദ്രവ്യം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതാണ്ടാ, ഭാരം എന്നതാണ് എന്ത്, തെറ്റ്. ഓക്കെയാണേ. പിണ്ടോ മാസം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ച് എഴുതിയപ്പോൾ എന്താണ്, ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണേ. ഇനി എന്താണ് ഭാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇത്രയും പറഞ്ഞാൽ മതിയടാ. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന എന്ത്, ഗുരുത്വാകർഷണ ബലമാണ് എന്ത്, ഭാരം. ഓക്കെ, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം. അപ്പം ഭാരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചോദിച്ചാൽ W = മാസ് ഗുണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ M × G അല്ലേ, M × G. ഈ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ M × A എന്ന് എഴുതി കൂടെടാ. അപ്പം W = M × A. നമുക്ക് ഓൾറെഡി അറിയാം F = ഫോഴ്സ് ആണ് M × A അല്ലേ. അപ്പം W = F എന്ന് എഴുതി കൂടെ. അതായത് എന്താണെടാ, ഒരു വസ്തുവിൻ്റെ ഭാരം എന്നത് ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. എന്താണ്, ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ്. ഓക്കെയാണ്. അപ്പം നോക്കടാ, ബലത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കിലോഗ്രാം, മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ m/s² ആണ്. ഈ കിലോഗ്രാം m/s² നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂട്ടൺ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്തെന്ന് വിളിക്കും, ന്യൂട്ടൺ എന്ന് വിളിക്കും. അപ്പം നോക്കടാ, ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ. ഇത് യൂണിറ്റ് ന്യൂട്ടൺ ആണെങ്കിൽ ഇവൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്, ന്യൂട്ടൺ ആണ് കേട്ടോ. അങ്ങനെയാണ് ഭാരത്തിൻ്റെ SI യൂണിറ്റ് എന്താകുന്നത്, ന്യൂട്ടൺ ആകുന്നത്. ഓക്കെയാണ്. അവൻ ഭാരത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ്. അതിനെ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാക്കി എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അതാണ് കിലോഗ്രാം m/s² കേട്ടോ. കിലോഗ്രാം m/s². ഈ കിലോഗ്രാം m/s² നമ്മൾ എഴുതുമ്പം ഈ കിലോഗ്രാമിനും m/s² ഇടയ്ക്ക് ഒരു ഡോട്ടോ ഒരു സ്പേസും ഒക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എന്താണ്, ഒരു വസ്തുവിൻ്റെ മാസ് 50 കിലോഗ്രാമാണ്. ഓക്കെ, G എത്ര, 10 m/s². അത് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യന് തരണമെന്നില്ല കേട്ടോ. ആ വസ്തുവിൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ W = M × G ആണ്. ഓക്കെ,
50 × 10 ആൻസർ എത്ര? 500 ന്യൂട്ടൺ. അവിടെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം, യൂണിറ്റ് എന്ത് യൂണിറ്റിലാണ് എഴുതിയേക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഏതാണ്? 500 ന്യൂട്ടണിലാണ്. അപ്പം നമുക്ക് എന്താണ് ന്യൂട്ടണിലുള്ള ഭാരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? W = M × G എഴുതിയാൽ മതി. എന്നാൽ നമ്മളൊക്കെ ഇപ്പം പോയി നമുക്കുള്ള ഭാരമൊക്കെ എന്താണ് തൂക്കുന്നുണ്ടല്ലേ. അപ്പം ഭാരമൊക്കെ തൂക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 50 കിലോഗ്രാം വെയിറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 40 കിലോയാണടേ വെയിറ്റ്, 40 കിലോയാണടേ വെയിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതാണടാ ഈ പറയുന്ന ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ഏത്? കിലോഗ്രാം വെയിറ്റ് കേട്ടോ. ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം വെയിറ്റ് ആണ് ഏത്? ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റ്. അങ്ങനെ ആ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്, അപ്പം നമ്മൾ ഓൾറെഡി ഏത് ന്യൂട്ടണിലുള്ള ഭാരം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. എന്നാൽ കിലോഗ്രാം വെയിറ്റിലുള്ള ഭാരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചോദിച്ചാൽ W = M × G/G ആണ് കേട്ടോ. W = M × G/G ആണ്. ഓക്കെ ആണേ. ഇവിടെ നോക്കിക്കോണേടാ, ഇവിടെ നമ്മുടെ അടുത്ത് പറയുവാണ് ഒരു വസ്തുവിൻ്റെ മാസ് 40 കിലോഗ്രാം ആണ്. ഓക്കെ ആണേ. എന്നാൽ ഈ വസ്തുവിൻ്റെ കിലോഗ്രാം വെയിറ്റിൽ ഭാരം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? W = 40 × 10 / 10. 10 10 വെട്ടിപ്പോകത്തില്ലേ? ആൻസർ 40 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, 40 കിലോഗ്രാം വെയിറ്റ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്, നമ്മളത് പരീക്ഷിക്കുകയാണ്. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയെന്ന് തന്നു. ഓക്കെയാണേ. അപ്പം ജിയുടെ വാല്യൂ എത്ര? 10 m/s² ഇട്ട് കണക്ട് ചെയ്യണമെന്നും പറഞ്ഞു. ഓപ്ഷൻ എ 10 കിലോഗ്രാം, രണ്ടാമത്തത് 10 കിലോഗ്രാം വെയിറ്റ്, 3 10 ന്യൂട്ടൺ, 4 100 ന്യൂട്ടൺ. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് വന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ 10 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം കണ്ടുപിടിക്കുന്ന 2 ഇക്വേഷൻ അറിയാമല്ലേ? W = M × G. M × G. M എത്രയാടാ? 10. G എത്രയാടാ? 10. 10 × 10 100. 100 ന്യൂട്ടൺ. അപ്പോൾ M × G ഇതാ യൂണിറ്റ് ന്യൂട്ടണിലല്ലേ. അപ്പോൾ ഇത് ആൻസർ ആയിട്ട് വരും. ഇനി വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേടാ? W = M × G/G. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ M എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. G 10 / 10. 10 10 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 10 കിലോഗ്രാം വെയിറ്റ് എന്ന് വരത്തില്ലേടാ. അപ്പോൾ ഏതാണ് ഇത്? അപ്പോൾ 2ഉം 4ഉം എന്തായിട്ട് വരുവാടാ? ആൻസർ ആയിട്ട് വരും കേട്ടോ. ഇത് നമ്മളെന്താണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്തതാണ് പിണ്ഡം. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. പിണ്ഡം അളക്കാൻ. ഓക്കെയാണ്. പിണ്ഡം അളക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ, പിണ്ഡം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാധാരണ ത്രാസ് അഥവാ കോമൺ ബാലൻസ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പിണ്ഡം അഥവാ മാസ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? സാധാരണ ത്രാസ് അഥവാ കോമൺ ബാലൻസ്. ഭാരം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു ഏത്? സ്പ്രിംഗ് ത്രാസ്. ഇതൊരു PQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PYQ ക്വസ്റ്റ്യൻ ആണ് ഏത്? ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇത് നമുക്കുള്ള ക്ലാസ്സിൻ്റെ ഒരു തുടക്കമാണ്. തുടക്കമായതുകൊണ്ടാണ് നമ്മുടെ ഡ്യൂറേഷനൊക്കെ കുറച്ചിടുന്നത്. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.